പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. കരുണ എന്നത് എന്താണ് അർത്ഥമാകുന്നത് എന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം. ഒരുവന് അർഹിക്കുന്നത് നൽകലാണ് നീതിയെങ്കിൽ അർഹിക്കാത്തത് കൂടി നൽകുന്നതാണ് കരുണ. അർഹത ഇല്ലാതിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന്. ദൈവത്തിന് നമ്മോടുള്ള മനോഭാവമാണ് ദൈവത്തിൻ്റെ കരുണ. തൻ്റെ ഏകജാതനെ നൽകി മനുഷ്യവർഗത്തെ വീണ്ടെടുത്താണ് ദൈവത്തിൻ്റെ കരുണ പ്രകടമാക്കിയത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുത്തുകൊണ്ട് യേശു നമ്മോട് കരുണ കാണിച്ചു. മാത്രമല്ല, യേശു തൻ്റെ ശരീരവും രക്തവും നമുക്കായി പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പത്തിൻ്റെ രൂപത്തിലായി മാറി യേശുവിന് നമ്മോടൊപ്പമായിരിക്കാൻ വേണ്ടി അപ്പമായി മാറി പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കരുണയാണ് ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യം അനുദിനം സ്വീകരിച്ചുകൊണ്ട് നാം കരുണ ഉള്ളവരായി മാറണം. യഥാർത്ഥമായ കരുണ എന്താണെന്ന് ഈശോ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. മർദ്ദനമേറ്റ് അവശനായി വഴിയരികിൽ കിടക്കുന്നവനെ കാണാതെ പോകുന്ന പുരോഹിതനും ലേവായനും നാം ബൈബിളിൽ കാണുന്നുണ്ട്. അവശനെ സ്പർശിച്ച് അശുദ്ധരാകാതിരിക്കാൻ വേണ്ടി പുരോഹിതനും ലേവായനും ശ്രമിച്ചപ്പോൾ വിജാതീയരെന്ന് യഹൂദർ പരിഹസിക്കുന്ന സമറിയക്കാരിൽ ഒരുവനാണ് ദൈവസ്നേഹം പ്രാവർത്തികമാക്കി അവനോട് കരുണ കാണിച്ചത്. നാം ഓരോരുത്തരും അതുപോലെ കരുണയുള്ളവരായി മാറണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കരുണ കാണിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. രോഗങ്ങൾ ബാധിച്ച് വേദനയിൽ കഴിയുന്നവർ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ അല്ലാതെ കിടക്കുന്നവർ, അങ്ങനെ നിരവധി പേർ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ട്. സ്നേഹമോ അംഗീകാരമോ പരിഗണനയോ ലഭിക്കാതെ വിഷമിക്കുന്നവർ നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തും ധാരാളമുണ്ട്. അവരോടെല്ലാം നമുക്ക് കരുണ കാണിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.